വനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് റബ്ബ് തരുന്ന ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നമ്മളിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹു നിന്റെ ദുനിയാവ് ഇടുക്കമാക്കുകയാ. ഈ ദുനിയാവ് ഇടുക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ല, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ല. പടച്ചവനെ സാമ്പത്തികമായി തകരുകയാണ്, ലക്ഷങ്ങളുടെ കടം വരികയാണ്. പടച്ചവനെ രോഗങ്ങൾ പിടിപെടുന്നു. വീടിന്റെ അകത്ത് സമാധാനമില്ല, വീടിന്റെ അകത്ത് സന്തോഷമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ വിടുന്ന് പറയുകയാ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാതെ വരുമ്പോൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു കൊടുക്കുന്ന ആറാമത്തെ ശിക്ഷ, നിന്റെ ദുനിയാവ് അല്ലാഹു ഇടുക്കമാക്കും. സാമ്പത്തികമായി തകർന്നു, കച്ചവടമൊന്നുമില്ല, കടയും തുറന്നിട്ട് വെറുതെ ഇരിക്കാൻ നീ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ അകത്ത് വന്ന സമാധാനമില്ല, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സന്തോഷവുമില്ല, സമാധാനമില്ല, രോഗങ്ങളായി, സാമ്പത്തിക നഷ്ടങ്ങളായി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ ഞെരുക്കുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണമെന്തേ? എന്തുകൊണ്ടാണ്? എങ്ങനെ നമ്മളെ അള്ളാഹു ഇത്രയും വലിയ പരീക്ഷണം എങ്ങനെ നമുക്ക് തരാതിരിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 6 കാര്യങ്ങൾ 6 സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി